ഇനി അടുത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. അപ്പൊ ഗസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗിവ് അവേ ഉണ്ട്. 5000 റുപ്പീസ് ആണ് ഗിവ് അവേ ചെയ്യുന്നത്. ടേബിൾ പിടിച്ചിട്ടുണ്ട്. റെഡിയാണോ എല്ലാവരും? ഇതാണ് ലുക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് എന്റെ അഭിപ്രായം? ഞാൻ വിചാരിച്ചു മാനസികമല്ലോ ആയോ. അമ്മൂമ്മ എന്നെ പൊക്കി പൊക്കി അങ്ങ് മണ്ടേ എത്തിക്കോ. 22 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾ നല്ല മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. ഇതാണ് ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇഷ്ടം. ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒഫീഷ്യലി യുജിയുടെ ബർത്ത്ഡേ ആണ്. ഇന്നലെ കുറേ പ്രിപ്പറേഷൻ കാര്യങ്ങളായിരുന്നു. എന്നാലും ഞാൻ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട്. 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറും കൂടെ ഉറങ്ങാമായിരുന്നു. പക്ഷേ എനിക്ക് പമ്പ് ചെയ്യണമായിരുന്നു. ഭയങ്കരമായിട്ട് പാല് നിറഞ്ഞുപോയി. അങ്ങനെ ഞാൻ എണീച്ചു. മോൾക്ക് പാല് കൊടുത്തു. അവൾക്ക് പാമ്പർ മാറ്റി അവൾ റെഡിയാക്കി. എന്നാൽ നൈറ്റ് ഷിഫ്റ്റ് ഞാനും മോർണിംഗ് ഷിഫ്റ്റ് യൂഷ്വൽ ചെയ്യുന്നത്. അൺലെസ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. കാരണം എന്തായാലും ഞാനും മോളും എണീക്കാൻ പോവുക. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ യോജിനും കൂടെ എണീപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നൈറ്റ് ഞാനും മോർണിംഗ് യോജിയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു റുട്ടീനായിട്ടാണ് പോകുന്നത്. എല്ലാം 3 മണിക്കൂറാകുമ്പോഴത്തേക്കും മോൾ എണീക്കും. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ എൻ്റെ എല്ലാ വ്ളോഗിലും കണ്ടാലും യോജിയായിരിക്കും മോസ്റ്റ്ലി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ കുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോവുക. അതുമാത്രമല്ല ചായ ഇട്ട് കൊടുക്കാൻ പോവുക ബെഡിൽ കിടന്നുറക്കുന്ന ആൾക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പൈനാപ്പിൾ ഗ്രില്ലും പിന്നെ മുട്ട ഇങ്ങനെ മഷ്റൂമും തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഓംലെറ്റ് അടിക്കുന്നതും പിന്നെ എൻ്റെ സൈഡിൽ നമ്മുടെ കീറ്റോ പോലത്തെ ഒരു ബ്രെഡുണ്ട്. അതാണ് കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. കുറേ നാളായി ഞാൻ കുക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊള്ളായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ രാവിലെ ഇപ്പോൾ ചായ ഇട്ട് തുടങ്ങി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. ടീ ബാഗ് ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ പിന്നെ കൂടുതൽ ടീ ബാഗ് ഇട്ടില്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. ഏലക്ക ഗ്രാമ്പൊക്കെ ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുമാത്രമല്ല ഇന്ന് വേറൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ യോജിനെ പരിചയപ്പെട്ട സമയത്ത് ഞാൻ എന്നെക്കാളും 4 വയസ്സ് മൂത്ത യോജി. അപ്പം ഞാൻ അച്ചാച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യോജി അച്ചാച്ച അല്ലെങ്കിൽ യോജി മോനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയതിനു ശേഷം ഞാൻ യോജിനെ വിളിക്കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അച്ചാച്ചാന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. പോരാഞ്ഞിട്ട് ഞാൻ ഒരു ചുരിദാർ ഇട്ടുകൊണ്ടാണ് പോയി എണീപ്പിക്കാൻ പോകുന്നത്. സോ ഈ ചായ തിളയ്ക്കുന്ന സമയത്ത് ഓടിപ്പോയി ഡ്രസ്സ് അങ്ങനെ ഞാൻ ഒളിപ്പിച്ച് വെച്ച ഡ്രസ്സാണിത്. ലിയാൻ ഞാൻ എൻ്റെ എന്തെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് കുറേ ഹൈഡിങ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഇത് ആമസോൺ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ബാത്റൂമിൽ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മോളെ കാണാമല്ലോ. ഇതാണ് വെളുപ്പിന് 7 മണിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇത്രയായി. നമ്മൾ ട്രാൻസിഷൻ കൂടെ ചെയ്താലോ? ഓക്കേ. അങ്ങനെ ഇതാണ് ലുക്ക്. ഞാൻ ഇച്ചിരി ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് പോയത്. അപ്പോൾ യോജിക്ക് ഞാൻ അങ്ങനെ ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലിയൻ എന്നെ ഒരുങ്ങാൻ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു ഫോർ ഹെൽപ്പിങ് മമ്മ. ഞാൻ പോയി ചായ ഇടാൻ പോയിട്ട് ചായയും കൊണ്ട് പോവാം റൂമിലേക്ക്. എനിക്കിഷ്ടപ്പെട്ടു ലുക്ക്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. ഇച്ചിരി മുടി കുറവാണോ എന്ന് ചോദിച്ചാലായിരിക്കാം. ബട്ട് ദിസ് ഈസ് ദ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇച്ചിരി ഒരു നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാനി ലുക്കാണ് ട്രൈ ചെയ്തത്. എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഇവിടെ കോഫി റെഡി. DJ ഇതിൻ്റെ നടുക്ക് തന്നെ വെച്ചുകൊണ്ട് പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ യോജി മോനെ. ടു യു. അപ്പോൾ അച്ചാച്ച എണീച്ചിരിക്കെ. കമോൺ. അച്ചാച്ചന് രാവിലെ ഞാൻ ചായ ഇട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ ഇരിക്കട്ടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് എണീക്കാം. അങ്ങനെ ഇതാണ്. ഇരിക്കട്ടെ. ഇല്ല ഏതോ എണ്ണത്തിനും അതിൽ മധുരമില്ല. അതെന്റെയാ മധുരം ഉള്ളത്. ഞാൻ മധുരം കുടിച്ചിട്ട് എടുക്കതീ. ചിയേഴ്സ്. യു വെൽക്കം. അപ്പോൾ അച്ചാച്ചൻ കുടിക്ക്. മധുരം ഉണ്ടോ? പക്ഷെ ഉണ്ടല്ലേ. ഓക്കെ. കാരണം എൻ്റെ ഞാൻ മധുരം ഇട്ടിട്ടില്ല. ഞാൻ മധുരം കുടിച്ചിട്ട് ഇപ്പോൾ എത്ര 15
14 ദിവസമായി അല്ല 16 ദിവസമായി. ഞാൻ ഇന്നാ കുടിക്കുന്നത് 1 മാസത്തിന് ശേഷം. അല്ല കൊച്ചിന് എത്ര വയസ്സായോ അത്രയും ദിവസം. ഓ നോ. നമുക്ക് ചായ കുടിക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നീ ഒന്നും കുക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ അവിടെ ഒന്ന് ഇരിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യരുത്. ഓക്കെ. ബ്രഷ് ചെയ്തിട്ട് വരാം. നീ ബ്രഷ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചും കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനല്ല, അതാരാന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ. അത് ലഞ്ചാകുമ്പോൾ അറിഞ്ഞാൽ പോരെ. സോയ പ്ലാനൊന്നുമില്ല, ചായ കുടിക്കുക, ലഞ്ച് കഴിക്കുക, അത്രയൊക്കെ തന്നെ. അത് പോരെ? എങ്ങനെയുണ്ട് ഡ്രസ്സ്? ആമസോൺ വേറെ എവിടെന്നാ? ഓ നൈസ്. ഇറ്റ്സ് ഓക്കെ. വാ ചിയേഴ്സ്. ഓക്കെ പപ്പയ്ക്ക് ചീസ് കൊടുക്കാം. ഓക്കെ വന്നേ പപ്പ അടുത്തിരിക്കണം, ഡ്രസ്സിലായിരിക്കാതെ. ഓക്കെ നിങ്ങൾ ചായ കുടിക്കുക. അയ്യോ ലിയൻ വീണ്. ഓക്കെ ടേബിളിൽ പോവാം. വാ നമുക്ക് എല്ലാവർക്കും ടേബിളിൽ പോവാം. വാ. ഇന്ന് കുക്കിംഗ് ഡ്യൂട്ടി ഞാനായതുകൊണ്ട് യോജി മോളുടെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ഒരേ ജോലി ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. മോളെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ലിയനെ പിന്നെ ഒന്നും അറിയണ്ട, അവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് ഹാപ്പി. എങ്ങനെയാണ് പൈനാപ്പിൾ ഇരിക്കുന്നത്? കുക്കായി കഴിഞ്ഞതും നമ്മുടെ പൈനാപ്പിൾ നല്ല ഗ്രിൽഡ് പോലെ ഇരിക്കും. എന്താടാ എന്ത് പാട്ടാടാ നീ കേൾക്കണ കള്ള? എൻ്റെ പാട്ടാടാ കേൾക്കണേ. ഈ ഇടിച്ചെന്ന് തന്നെ ഞാൻ ഇവിടെ വാ ലിയൻ. ഈ സാധനവും ഈ ഷോളും ജസ്റ്റ് ഒന്ന് ഊരാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിൽ കാണിച്ചു തരാം, മിററിൽ. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ കൂടെ ആക്ച്വലി ഒരു റെഡ് കളർ പാൻറ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റെഡിനെക്കാളും ഈ കളർ പാൻറ്റാണ് ഇഷ്ടപ്പെട്ടത്. സോ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണാമോ? ഇതാണ് നമ്മുടെ DJI Osmo. ഇതാണ് ഷോള്, ഇതാണ് സൈഡ് വ്യൂ, പിന്നെ ഇതാണ് ബാക്ക് വ്യൂ. നീ ഒരിക്കൽ ചെയ്യണ കണ്ടിട്ടുണ്ട്, കണ്ടുപിടിക്കുന്നതാ, അല്ലാതെ എനിക്ക് കുക്കിംഗ് ഒന്നും അധികം അറിഞ്ഞൂടെ. പക്ഷെ ഇത് നീ കഴിച്ചിട്ടില്ല. ഈ മുട്ട നീ കഴിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കൊക്കെ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ തക്കാളി, സവാള, മുളക്, പിന്നെ മഷ്റൂം റെഡിയാണ്. ഇത് മാറ്റി വെച്ചിട്ട് വേണം അതിടാൻ. എന്നിട്ട് മുട്ടയും കൂടി ഇടണം. 2 മുട്ടയും ബാക്കി എല്ലാ സാധനവും ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അവിടെ പൈനാപ്പിൾ റെഡി ആവാറായി. അപ്പോൾ ഇതാണ് ഫുഡ്. ഇത് നമ്മൾ ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രം നമ്മുടെ ഫ്രണ്ട് അമൽ കൊണ്ടുവന്ന് തന്നതാണ്. അത് സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഹിതീച്ച് കുക്ക് ചെയ്യാൻ വരുമ്പോൾ അറിയും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഹിഗോ ചാച്ചാ, ചാച്ചാ ഓർമ്മയുണ്ടോ നമ്മൾ കളിച്ചോണ്ടിരുന്നപ്പോ വിളിച്ചോണ്ടിരുന്നേ? അച്ചാച്ചനെ വിളിച്ചത് എത്ര വർഷമായില്ലേ? കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഹാഫ് ബ്രെഡേ വെച്ചോളൂ, കാരണം നമ്മൾ ഡയറ്റിലല്ലേ. അപ്പം നിനക്കും എനിക്കൊരു ഹാഫ് വെച്ച് ഞാൻ എടുത്തു. അല്ലാതെ ഞാൻ എച്ചിത്തരം കാണിച്ചല്ല ഗൈസ്, ഞാൻ പട്ടണയ്ക്ക് ഇടുന്നൊന്നുമല്ല. രണ്ടുപേരും ഡയറ്റിലാ, നല്ല ഷുഗർ കട്ടിങ്ങാ. ഇഷ്ടപ്പെട്ടോ? സത്യമായിട്ടും? ഓക്കെ താങ്ക് യു. ഇതൊരു സബ്ജി പോലെയാ. അതാണ് ഞാൻ ഇന്ന് ഒരു ഇച്ചിരി നോർത്ത് ഇന്ത്യൻ തീം പോലെ ട്രൈ ചെയ്തതാ. സബ്ജിയും പിന്നെ അതാണ് ഞാൻ ആ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടത്. ഒരു സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ അല്ലേ. ഞാൻ ഇന്നൊരു ടിപ്പിക്കൽ, ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമല്ലേ മറ്റേ ടിപ്പിക്കൽ വൈഫ് പോലെയൊക്കെ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി. എന്താണ് എന്റെ അഭിപ്രായം? എന്തുണ്ട് അമ്മൂമ്മ? മക്കളെ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നന്നായിരിക്കുന്നു മക്കളെ. ആണോ? നന്നായിട്ട് മക്കളെ ഡ്രസ് ചെയ്തിരിക്കുന്നത്, നല്ല സ്റ്റൈലുണ്ട്, നല്ല കമ്മല്. അമ്മൂമ്മ എന്നെ പൊക്കി പൊക്കി അങ്ങ് മണ്ടേ എത്തിക്കോ. ഞാൻ 1ാമത്തെ 3ാമത്തെ നിലയിലാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത്. നീ ഇതുപോലെ എപ്പോഴും നേരെ ഡ്രസ് ചെയ്യണ്ടേ? ഡ്രസ് ചെയ്തപ്പോ നന്നായിരിക്കണം. അതിന് കൊച്ചൊക്കെ ഉള്ളപ്പോ എപ്പോഴും ഡ്രസ് ചെയ്യാൻ സമയമുണ്ടോ അമ്മൂമ്മ?
എന്തിനാ ഒരുങ്ങിയേക്കണെന്ന് വെച്ചാൽ എവിടെ? എനിക്ക് 22 വയസ്സ് കഴിഞ്ഞു. 22 വയസ്സ് തികഞ്ഞെന്ന്. ഇവിടെ 22 വയസ്സ് തികഞ്ഞ മുഖം നോക്കട്ടെ. പിന്നെ ഇവിടെ മൊത്തം വെള്ള തര. 22 വെള്ള തരൊക്കെ ഉണ്ടോ? നിന്റെ ചേച്ചിയുടെ മോന് എന്നെ 22 വയസ്സുണ്ട്. അപ്പൊ നിനക്ക് എങ്ങനെ 22 ആയത്? എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കുന്നു ദുബായിൽ. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. കുളത്തുപ്പുഴയുള്ള അമ്മൂമ്മക്ക് ഇഷ്ടപ്പെടും. അമ്മൂമ്മയുടെ ഒക്കെ ആൾക്കാര്. അങ്ങനെ ഞാൻ കടയിൽ പോകാൻ പോകണം. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിപ്പോവും. അപ്പോൾ ഞാൻ യോജിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരുങ്ങിയത്. ഞാൻ ഡ്രസ്സ് മാത്രം ഒന്ന് മാറ്റി ഗാർബേജ് കളയാൻ പോവുക എന്ന് പറഞ്ഞ് ഗാർബേജ് കളയാൻ പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ഗാർബേജ് എടുക്കുന്നില്ല. യൂഷ്വലി കസിൻ ഹിതേഷ് ഇവിടെ എത്തി. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ പോകുന്നത്. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം. ഡോറ് മാറിപ്പോയൊരു തെറ്റല്ലല്ലോ. ഓക്കെ, നമുക്ക് മേലിലെത്തിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് കയറാം. കളത്ത് കുറച്ച് വരേണ്ടി വരും. കയറിപ്പോ. നിങ്ങളെന്തായാലും രാവിലെ വിളിച്ച് വിഷ് ചെയ്യാത്ത കാര്യമായി. അല്ല, ഒരു ഫ്ലോറും കൂടി കയറണം. കയറി സ്റ്റെപ്പ് കയറി മുടിയണം. അതാണ് മുഷ ഹൗസിങ്ങിൻ്റെ ആഗ്രഹം. ഞാൻ അത് താഴെ കളയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വെച്ചേക്കുക. ഹിതേഷ് വിളിച്ചോ? ഇതാ വീട്. കാശ് വാരി എറിയണം. ഞാൻ വഴിന്ന് കിട്ടിയാ പിന്നെ വിചാരിച്ച് വീട്ടിലേക്ക് വിളിക്കാന്ന്. ഇങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്. എനിക്ക് ഹിതേഷ് എങ്ങനെയെങ്കിലും ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞല്ലേ. ഇനി അടുത്ത 24 മണിക്കൂർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നോട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാനും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. ഇനി ഇവിടെ കുക്കിംഗ് നടക്കുക. വിസിൽ വിസിലിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് യോജിക്കൊരു താടിയൊക്കെ ഇച്ചിരി ഇവിടെയൊക്കെ മുടിയൊക്കെ വളർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു യോജി. ഞാൻ പറഞ്ഞതൊന്നും പറ്റുന്നില്ല. ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് താഴെ എത്തിയതും യോജി കാർ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് വന്നിട്ട് ഇപ്പോൾ എന്തായാലും കുളിക്കാൻ കയറുമല്ലോ. ആ ടൈമാണ് ഞാൻ ബർത്ത്ഡേ ഡ്രസ്സും നമുക്കിടാത്ത ഡ്രസ്സും എടുത്ത് വെളിയിൽ വെക്കാൻ പോകുന്നത്. എന്തായാലും ഇതൊന്നും മേടിച്ചിട്ടുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഒളിപ്പിച്ച് വെച്ചേക്കുക. എനിക്ക് കാണിച്ചു തരാം. എൻ്റെ കബോർഡിൻ്റെ താഴെ ഈ ബാഗ് കൊണ്ടുവന്നത്. ഈ ഡ്രസ്സ് വീണ് കിടക്കുന്നു. ഇതിനകത്താണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഉണ്ടാക്കി വേറൊരു ഇഷ്ടമാണ് രാത്രി നമ്മുടെ ഡ്രസ്സ്. എന്താടാ ഇങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സ് എല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്യട്ടെ. ഇതെനിക്കിടാനുള്ളതാ. ഇത് ലിയാന്. ഇത് യോജിക്കുള്ള എൻ്റെ ഉടുപ്പുണ്ട്. ഉടുപ്പ് എവിടെയാ? ഇച്ചിരി ചെറുതായിട്ടൊന്ന് പണി കിട്ടിയോ എന്നറിയട്ടെ. ഇതെൻ്റെ കൂടെയുടെ ആളുടെ ഉടുപ്പ്. മോൾക്ക് 2 സെറ്റ് ഡ്രസ്സ് എടുത്ത്. കാരണം ഏത് ഫിറ്റാവുമെന്ന് അറിഞ്ഞുകൂടാ. ഒന്ന് രണ്ടാവൾ പാൽ കുടിച്ച് ഛർദ്ദിക്കുകയോ വല്ലതും ചെയ്താൽ അത്. പിന്നെ അവൾക്കൊരു ഷൂയും ഒരു ബോയും കൂടി ഉണ്ടല്ലോ. അത് എവിടെയോ ഉണ്ട്. ഓക്കേ, ഓപ്പൺ ചെയ്തോ. വാ. എന്താ നീ നോക്ക്. ഇത് മോക്ക് ഞാൻ 2 സെറ്റ് എടുത്തു. ഞാൻ എൻ്റെ ഉടുപ്പ് പാൻറ്റും. മോക്ക് 2 സെറ്റ് ഔട്ട്ഫിറ്റ് എടുത്തു. അവളെന്താ അതാണ് ശുദ്ധരിക്ക് ഷൂ കണ്ടോ?
ഇവക്ക് പറ്റില്ലേ? ഇട്ട് വെക്കാടാ. 0 to 3 months. ആ ഇല്ല, ഏതെങ്കിലും പറഞ്ഞ ഇത് മിക്കവാറും ഞാൻ ഇതായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ഇത് കൊള്ളാല്ലേ. ഇത് ലിയാന്. അവൻ ഒരു കുറവും വരുത്താതെ അവനാണ് മെയിൻ. അവൻ പറഞ്ഞേക്കുന്നത് കേക്ക്. അതിന് കേക്ക് ഓർഡർ ചെയ്തില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഒരെണ്ണം മേടിക്കാല്ലേ. ഇത് അവന്റെ കഴുത്തി വെക്കുന്ന പോയും നിക്കറ്. എനിക്കിടാനുള്ള ഡ്രസ്സ്. ആ നിനക്ക് ഇന്ന് നിന്റെ ഡേ ആയതുകൊണ്ട് നിന്നെ ഇച്ചിരി ഒന്ന് യുണീക്ക് ആക്കിയതാ നമ്മള്. നിനക്ക് നീലെടുപ്പു. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നിനക്ക് മാച്ചിങ് ഉണ്ടാവും, എന്നാൽ അറ്റ് ദ സെയിം ടൈം നിനക്കൊരു ചെറിയൊരു യുണീക്ക്. അതൊക്കെയാണ് ലുലുലെമൺ. നിനക്ക് ലുലുലെമൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ലുലുലെമൺ എപ്പോഴും മേടിക്കുന്ന. നീ ഇതിന് ശേഷം ഇട്ടു ഇതൊക്കെ കേറിയാൽ മതി. ലുലുമെലൻ അല്ല, ലുലുലെമൺ. നീ ഇട്ട് നോക്കിയിട്ട് ഇഷ്ടമാണോ അല്ലെന്ന് പറ. ഇപ്പൊ മുഖമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ താടി മീശയൊക്കെ ഭയങ്കരമായിട്ട് വളർന്ന് ഇതായിരിക്കുവായിരുന്നു. ആ അതാണ് കൈ നോക്കിക്കൊണ്ട് വന്നതല്ലേ. ഇവിടെ കുക്കിംഗ് നടക്കുവാണ്. എങ്ങനെ പോകുന്നു? നമ്മള് പാത്രമൊക്കെ കരിച്ച് ഇവിടെ വീടൊക്കെ കത്തിക്കാൻ പോയതാണ്. എന്നോട് വന്നിട്ടേ ഇത് ഇവിടെ നടക്കില്ല. അത് അപ്പൊ ഞാനേ ലിയാന്റെ കാത് ഇന്നലെ കാത് എടുത്തിട്ടേ ഒരു സാധനം എടുത്തിട്ട്, അപ്പൊ ഇന്ന് ഞാൻ അവന്റെ കാത് മൊത്തം അഴുക്കായിരിക്കണോണ്ട് വൃത്തിയാക്കുമായിരുന്നു. പറ്റത്തില്ല. എന്താ പറ്റാതെ നോക്കിയപ്പോ തീ കത്തി. പാത്രം തീ കത്തി. ഈ പാത്രം കരിച്ച് പിന്നെ നടക്കില്ല. ഇത് കണ്ടോ? ആ ഒന്നും പറ. എന്നിട്ടേ ഞാൻ പറഞ്ഞെങ്കിൽ കൊണ്ട് വിളിക്കുക. വെളി അവിടെ മൊത്തം കത്തിച്ചു. അവിടെ മൊത്തം കത്തി. എന്നിട്ട് എന്തൊക്കെ പാത്രം കഴുകി ഉപയോഗിക്കാതെ. ആ പാത്രം ഇനി ഇല്ല ഒന്നിനും. കഴിവാണ്. ഗൈസ് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇതെന്താണ്? നമ്മൾ ആർച്ചിന്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. അങ്ങനെ ഇവിടെ എല്ലാ സെറ്റപ്പും നടന്നുകൊണ്ടിരിക്കുക. പെണ്ണ് ഡ്രസ്സ് മൊത്തം കുളമാക്കി ഇപ്പൊ അടുത്ത ഡ്രസ്സ് ഇട്ടേക്കുക. അപ്പൊ ഇത് ഒരുവിധം നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ലൈറ്റും കൂടി ഒന്ന് തിരിച്ച് സെറ്റ് ചെയ്താൽ അയ്യാ പോയി. ഓ ഷിറ്റ്, ഭാഗ്യം. എൻ്റെ പൊന്നെ ഇത് ടൈറ്റ് ചെയ്യാൻ. ഇതിൽ ഇച്ചിരി റിസ്ക് ആണെന്ന് തോന്നുന്നു ഈ ബലൂൺ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇങ്ങനെ ലിയൻ ഡ്രസ്സ് ചെയ്തിരിപ്പോണ്ട് ഇവളുടെ ഒരു നല്ല ഡ്രസ്സ് നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഭാഗ്യത്തിന് 2 ഡ്രസ്സ് ഓർഡർ ചെയ്തത്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ നശിപ്പിക്കുമെന്ന്. അത് ആദ്യമായിട്ടാണ് പാമ്പർ ലീക്ക് ആവുന്നത്. ഇതാ പാറുണ്ട്. സാൻഡ്രയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അമീൻ എന്താ പറ്റിയത്? ഓ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമൽ, അശ്വതി, ഹിതേഷ്, ജോമലും സെന്നിന് വരുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തേക്കുന്ന സെറ്റപ്പ്. ലിയന് ബിരിയാണി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇച്ചിരി എരിവ് കൂടുതല. സോയാ ഇതാണ് സെറ്റപ്പ്. ഇത് നമുക്ക് ഗെയിംസ് ഉണ്ട്, അതിനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്റെ മുടി എന്നിട്ട് ശരിയാക്കി തരാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് പോയി സർപ്രൈസ് ചെയ്യാം പപ്പാനെ. അവിടെ നിൽക്കുന്ന നോക്കാമോ? വെയിറ്റ് വെയിറ്റ്. ഞാൻ മൈക്ക് സെറ്റ് ചെയ്തോടെ നിനക്ക്. നീ കള്ളത്തരം പറഞ്ഞല്ലേ? ആ നിന്നോട് ഞാൻ സത്യം പറയാം. എന്തിനാ? ഓക്കെ റെഡിയാണോ? ഓക്കെ ഓക്കെ. കണ്ണെടുത്ത് താഴെ വീഴും. നീ താഴെ വീഴത്തൊന്നുമില്ല. ഞാൻ മിക്കവാറും താഴെ വീഴും. ഓക്കെ ഓപ്പൺ. ഫുള്ള് സെറ്റപ്പ് ആയിരുന്നു.
ഞാൻ അറിഞ്ഞില്ല ഇത്. ഞാൻ ഡെബിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞത്. നീ പറഞ്ഞു ഡെബിയുടെ ബേസ്മെന്റ്. നിങ്ങളപ്പോ എപ്പോ വന്ന് അലങ്കരിച്ചു ഇന്നലെ? അതൊക്കെ ഉണ്ട്. ഇന്നലെ അല്ല, ഇപ്പൊ ഇന്നലെയോ? ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് പ്രീസെറ്റ് ചെയ്തേ. അതൊക്കെ എങ്ങനെയുണ്ട് ഡിസൈനൊക്കെ? എന്റെ സ്വന്തം പ്രിപ്പറേഷൻ ആണ്. ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ആരും ഹെൽപ്പില്ലാതെ ഞാൻ ചെയ്തില്ല കേട്ടോ. എനിക്കിതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നോക്കരുത്. അതല്ല, ഇവിടെ അവർക്ക് മാറ്റാൻ സമയം കിട്ടിയില്ല. അപ്പൊ പിന്നെ നമ്മളൊന്നും ചോദിക്കാനും ഇല്ല. ഈ ഭാഗത്ത് കേക്ക് എങ്ങനെയുണ്ട്? ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞത്. എന്നോട് സത്യം പറയുന്നത് കേക്ക് മേടിച്ച് നീ പറഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എടാ എന്നോട് ഞാൻ സത്യം പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ? അതാണ് സർപ്രൈസ്. അതാണ് സർപ്രൈസിന്റെ മീനിങ്. ഇതാണ് ഫുഡൊക്കെ. ഇപ്പൊ നമ്മുടെ ഹിതേഷ് ആണ് കുക്കിംഗ് എല്ലാം ചെയ്തത്. പറഞ്ഞേ പറ്റുള്ളൂ. വീഡിയോയിൽ കാണുന്ന എല്ലാവരും പിന്നെ നമ്മുടെ ഷോഫറായിട്ട് നമ്മുടെ ജോയൽ എല്ലാ പണിയും ചെയ്തായിരുന്നു. ഇവിടെ വന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ജിമ്മി എല്ലാം ചെയ്തു. ഒന്നും പറയണ്ട. അങ്ങനെ നമ്മളെല്ലാരും ഇപ്പൊ സെറ്റായി വരികയാണ്. ഇനി നമുക്ക് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് എന്ന് വെച്ചാല് നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയിട്ട് ആം റെസ്ലിംഗ്. അതിന് ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ആർക്കാണ് താല്പര്യം യോജുവായിട്ട് ആം റെസ്ൽ ചെയ്യാൻ? ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. തോക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാല് വീണ്ടും വേറൊരാൾ കളിക്കേണ്ടി വരും. തോപ്പിക്കണം. അതൊന്നും പറ്റുന്നില്ല. എന്നെ ആർക്ക് വേണമെങ്കിലും തോപ്പിക്കളിയാ. എനിക്ക് അല്ല, അത് വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആംബ്രസ്ലിയുള്ള ഇതെന്ത് എവിടെ ചെയ്യും? ഓക്കെ. അപ്പൊ ആരാണ് വോളണ്ടിയർ ചെയ്യുന്നത്? ആർക്കാണ് ആരോഗ്യമുള്ളത്? ഞാൻ പറയുമ്പോഴത്തേക്കും ഗോ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് നീ ഇങ്ങനെ ഓക്കെ. റെഡി സെറ്റ് ഗോ. ടേബിൾ പിടിച്ചിട്ടുണ്ട്. Yeah, you're next. തോറ്റു കൊടുക്കണേ. കൈ താറ്റി വെക്ക്. ഓക്കെ, 1 2 കൈ താത്തി വെക്കില്ല. 1 2 3 go. This way. Go this way. ഓക്കെ. ഇനി ആർക്കാണ് പാർട്ടിസിപ്പേറ്റ് ഇവന്റെ കൈക്ക് ഭയങ്കര ബലം. ഓക്കെ, ഞാൻ ടേബിൾ പിടിക്കാം. റെഡി സെറ്റ് ഗോ. എനിക്കിത് ബലം പിടിക്കാൻ വേണ്ടി സമയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഗിഫ്റ്റ് അല്ല ഒരെണ്ണം ലിയന. അവിടെ നമ്മൾ കള്ള ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഓക്കെ ലിയാൻ, ലിപ്സ്റ്റിക് ഒക്കെ ഇരിക്കുന്ന നെറ്റിയില്. ഓക്കെ, ഇതാണ് ഹിതേഷിനുള്ള ഗിഫ്റ്റ്. ഇതിലൊരു ഗിഫ്റ്റ് റെസിപ്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ തുറന്ന് വേണമെങ്കിൽ കാണിച്ചോ. ആവശ്യമുള്ള ഇത് ഞാൻ വേണമായിരുന്നല്ലോ. അപ്പൊ ഇതിൽ ഇതുണ്ട്, ഗിഫ്റ്റ് റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ഓക്കെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാല് ഒരു ഗെയിം കൂടെ ഉള്ളൂ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഗെയിം ആണ്. അതിനെ എടുത്തോണ്ട് വരാം. അങ്ങനെ അടുത്ത ഗെയിം നമ്മുടെ വടംവലിയാണ്.
ഇത് വടംവലി. ടഗ് ഓഫ് വാർ. ഓക്കെ, സോ ഇത് ഞാൻ വേണമെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. വേണ്ട, നീ കളിക്കണ്ട, നീ അവിടെ ഇരുന്നാ മതി. നീ കൊച്ചിനെ പിടിക്കാം, അല്ലെങ്കിൽ കൊച്ചിനെ പിടിക്കാൻ ആരുമില്ല. ആ ശരിയാ. ഓക്കെ, അപ്പോൾ നമുക്ക് ടീംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എല്ലാരും. ഞാൻ ഈ കളിയിൽ ഭയങ്കര മോശം, എനിക്ക് കുഞ്ഞിനെ പങ്കെടുത്ത വരത്തില്ല. ജയിക്കുന്നവർക്ക് ഇതൊക്കെ കിട്ടും. മെഡലൊക്കെ ഉണ്ട് ജയിക്കുന്നവർക്ക് ഇത് എവിടെ പോയി ചെയ്യും? ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറുതാടി ഇത് ഞാൻ എത്ര ആക്കണ്ടത്? രണ്ടാക്ക്. പക്ഷെ ഭയങ്കര ലെങ്ത് അല്ലേ? വെറുതെ ഇട്ടിരുന്നാ മതി. ഓക്കെ, അല്ല ഇത് നമുക്ക് വടംവലി വെളിയിലോട്ട് ആക്കിയാലോ? ദേശേ നമ്മുടെ പണ്ടത്തെ വടംവലിയൊക്കെ ആയിരുന്നു പറഞ്ഞു കൊടുക്കും ഇവർക്ക്. നീ എടുക്കുവോ ലോഡ് ഇടുവാ? ഓക്കെ, ഈ ഒരു വടംവലി കഴിയുന്നിടത്തോടെ നമ്മള് സർക്കാരുമായിട്ട് കേസ് പറയും. ഗവൺമെന്റായിട്ട് നമ്മള് കേസ് പറയും. അത് ഭയങ്കര വലുതായിപ്പോലെ. അത് കുഴപ്പമില്ല, ഇങ്ങനെ നടന്നു കയറുക. മനസ്സിലായോ? അവനറിയാം. നമ്മളെ പാറു എടുത്തോണ്ട് പോയി, കാരണം പാറുകൊണ്ട് കളിക്കാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ പകരം യോജിക്ക് കേറാൻ ചാൻസ് കിട്ടിയുള്ള സന്തോഷത്തിലാണ്. ലിയാനും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നത്. സോ 3 റെഡിയാണോ എല്ലാരും? അമ്മാര് വലിച്ചു തുടങ്ങിയേ. 2 1 ഗോ. ഇത്രയും 4 തടിയന്മാരുണ്ടായിട്ട് പ്രയോജനമില്ലടാ. ലിയന് ആദ്യത്തെ ഗിഫ്റ്റ് അല്ല മെഡല്. തല കേറോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയെങ്കിലും കയറ്റി. അല്ല, ഇത് ഊരി കയറ്റാൻ പറ്റും കേട്ടോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു സാധനം. ഞാൻ എന്റെ കൈ തന്നേക്കാം. അപ്പൊ ഇതാണ് വിന്നേഴ്സ്. സോറി. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. ഇത് നിങ്ങൾ ടീമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഗിഫ്റ്റ് ആണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തുറന്നു നോക്കിക്കോ. അതൊരു ടർക്കിഷ് സ്നാക്സിന്റെ ഒരു ഇന്റർനാഷണൽ എല്ലാ സ്നാക്സ് കളക്ഷൻ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് മാറി മാറി എടുക്കാം. എനിക്ക് കിട്ടണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തുള്ള സ്നാക്സ് ഒരുപാട് എണ്ണം ഉണ്ട്. എത്ര 40 എണ്ണം ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഓരോന്ന് 10 ഇത് എടുത്താലും. ഇതൊക്കെ എവിടുന്നാടി? എടാ, സർപ്രൈസ് ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഓക്കെ, ലിയാൻ, ഇനി ലിയാനുള്ള ഗിഫ്റ്റും കൂടി ആവട്ടെ. ലിയാൻ ജയിച്ചതിന്റെ ഗിഫ്റ്റ്. ഗിഫ്റ്റ് കാണിച്ചു കൊടുക്ക ലിയാൻ. പിന്നെ അടുത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. അപ്പോ ഇതിൽ വെച്ചാല് യോജിയുടെ ഫേവറേറ്റ് കളർ എന്താ എന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം. അപ്പൊ ഗസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗിവ് അവേ ഉണ്ട്. 5000 rupees ആണ് ഗിവ് അവേ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഗസ്റ്റ് ചെയ്യുക എന്ത് കളർ ആയിരിക്കും യോജിയുടെ ഫേവറേറ്റ്. വന്ന് അടുത്ത് നിക്ക്, ഗസ്റ്റ് അവർ ഗസ്റ്റ് ചെയ്യട്ടെ. ഈ മുഖം കണ്ടിട്ട് എന്ത് കളർ ആയിരിക്കും ഫേവറേറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? തത്തമ്മ പച്ച. അപ്പൊ എന്തായാലും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തോളൂ. ഇനി അടുത്തെന്ന് വെച്ചാല് നമുക്ക് യോജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നല്ല മെമ്മറി ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് വോളണ്ടിയേഴ്സ് വേണം. 1-2 പേര് ചെയ്താൽ മതി. ഇല്ല ഗിഫ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് നിങ്ങളുടെ മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും നല്ല മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാൻ. സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്, മോശമായ ഒന്നും പറയരുത്. പിന്നെ പറഞ്ഞാൽ മതി. റെക്കോർഡിംഗ് ഓഫ് ചെയ്തതിനു ശേഷം പറഞ്ഞാൽ മതി. അപ്പൊ ആർക്കാണെങ്കിൽ പാറു ഒന്ന് പറ. പാറു ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ പറ്റി. പൊക്കി പറ. ഹലോ ഗൈസ്, എന്താണ് ഞാൻ പറയേണ്ടത്? ഇഷ്ടമുള്ള പറഞ്ഞ എന്തെങ്കിലും ഒരു ഫണ്ണി മെമ്മറിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു മെമ്മറി പറഞ്ഞത്. പാറുടെ മെമ്മറി ഇങ്ങനെ എബി പറഞ്ഞിരുന്നേ. എന്റെ മെമ്മറി അടിച്ചു മാറ്റാനല്ലേ നീ നോക്കിയത്? നിങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് പറഞ്ഞോ.
അപ്പൊ കയ്യിൽ വേണമെങ്കിൽ പിടിച്ചോ. എനിക്ക് യോജനെ അറിയാവുന്നിട്ട് എനിക്ക് തോന്നുന്നു 1.5 year ആവുന്നതേ ഉള്ളൂ. പക്ഷേ സിൻസ് ഞങ്ങൾ ഒണ്ടാരിയോയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ത്രൂ ഔട്ട് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു കണക്ഷൻ കിട്ടത്തില്ലേ, ഒരു വൈബ്, ആ ഒരു സംഭവം കിട്ടിയത് യോജൻ. അപ്പോ അത് യോജനാണ്. അപ്പൊ ഞങ്ങൾ യോജിനെ പറ്റി എനിക്കിപ്പോ ഓർമ്മ വന്നൊരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞ ന്യൂ ഇയർ അല്ലേ, കഴിഞ്ഞ ന്യൂ ഇയർ നമ്മളെല്ലാരും വീഡിയോ കോൾ ഇരുന്നിട്ട് അങ്ങനെ നമ്മള് ആഘോഷിച്ചാണ്. എനിക്ക് ഓർമ്മയില് എന്റെ ഓർമ്മയിൽ ആദ്യം വന്ന സാധനം അതെ. ബട്ട് സിൻസ് ദെൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും എല്ലാം പിന്നെ വേറൊരു ഓർമ്മ, യോജി നുനാവിക് അവിടെ എന്തോ സ്ഥലം, ഇനൂവിക്. അവൻ ഇനൂവിക്കില് ഞാൻ അവനെ പറഞ്ഞു വിട്ടത് ടിമ്മിന്റെ അവിടെ നിന്ന് രാത്രി. നമ്മള് നല്ല ഓർമ്മ പറയാം. നല്ല ഓർമ്മയല്ലേ, പറഞ്ഞു വിട്ടത് നല്ലതല്ലേ, പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ. പോയില്ലായിരുന്നെങ്കിൽ തിരിച്ചു വരുമായിരുന്നു. ഞാൻ പറയണത് യോജിന്റെ സ്വന്തം അനിയനായ ഹിതേഷ്, അവനെ പറ്റി രണ്ട് വാക്ക് ഹിതേഷ്. കടന്നു വരൂ വേദിയിലേക്ക് കടന്നു വരാൻ കമ്മിറ്റി അംഗങ്ങളായ എബി. ഞങ്ങൾ ചെന്നപ്പോഴൊന്നും മെമ്മറി ഇല്ലാതായി പോയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ചേരുമ്പോൾ മെമ്മറികൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇതാണ് ഫുഡ്. ബീഫ് ബിരിയാണി, റൈത്ത, പപ്പടം, അച്ചാറ് ആൻഡ് ഷെഫ്. Happy birthday to you. Happy birthday dear Yogi. Happy birthday to you. അത് മതി, അത്ര മതി. നമുക്ക് നല്ല കേക്ക് കേട്ടോ. ഓരോരുത്തരായിട്ട് വന്ന് മേടിച്ചോ. ഞാൻ കടിച്ചെല്ലാരും ഓരോരുത്തർ വന്ന് കേക്ക് ഒരു ബൈറ്റ് എടുത്തോളൂ. നമുക്ക് പരിപാടി ഒതുക്കി പോവാനാണ്. മോള് ടയർഡായി. വരാം ചേട്ടാ. എനിക്കൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിലുണ്ട്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാതെ ആരെങ്കിലല്ലോ. എല്ലാവർക്കും കേക്ക് കിട്ടിയോ? 23 വയസ്സ് കഴിഞ്ഞ്. 23 വയസ്സ് കഴിഞ്ഞ് 24ലേക്ക് പ്രവേശിക്കുന്ന ഞാൻ എന്നെ തന്നെ അവക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കേക്ക് വേണം. നോക്കടി എന്നെ കേക്ക് വേണം. അയ്യോ സ്ട്രെസ് ആക്കാതെ കേക്ക് വേണം. കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ മേക്കപ്പൊക്കെ ഊരി ഒന്ന് ഫ്രഷായി. എന്തായാലും ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു. പിന്നെ ഒരു ലിയാനെയും മോളെയും ഞാനാണ് ഉറക്കുന്നത്. അപ്പോൾ ഇന്ന് യോജിയുടെ ഡേ ആണ്. അപ്പോൾ യോജി ഒരാളെയും ഉറക്കുന്നില്ല, രണ്ടുപേരും ഞാനാണ് ഉറക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ സാധനം എടുത്ത്, ഞാൻ ഡോർ അടച്ച് വെച്ചേക്കുക. സാധനം എടുത്തതാ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പില്ലോ ബ്ലാങ്കറ്റ് അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ചാരി ഇരിക്കാൻ പറയാം. അപ്പോഴത്തേക്കും ബാക്കിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വരാൻ പറയാം. നോക്കട്ടെ. എടാ ഒരു മിനിറ്റ് വാടാ, കൊച്ചിനെ കൊണ്ട്. നീ അവളെ നോക്കുവാന്ന് എനിക്കറിയാം, എന്നാലും വാ, കൊണ്ടുവാ. ഒരു മിനിറ്റ് വാ. നമുക്ക് വ്ളോഗ് കൺക്ലൂഡ് ചെയ്തില്ല, വിട്ടുപോയി.
നമ്മൾ ചിക്കപ്സ് എടുത്തോണ്ടിരിക്കുക നമ്മള്. ഹിക്കപ്സ് ആണോ? ഞാൻ ഇതൊന്ന് വെച്ചോട്ടെ മൈക്ക്. ഒരു സെക്കൻഡ് ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു എൻ്റെ അഭിപ്രായം? എനിക്കറിയത്തില്ലായിരുന്നു ഇത്. ഞാൻ രവിയുടെ വീട്ടിൽ നിന്ന പരിപാടി കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ ഇത് പറഞ്ഞല്ല വേറെ അടുത്താണ്. അങ്ങനെ നീ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിച്ച് പറഞ്ഞു അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ ഉദ്ദേശിച്ചത്. എന്നിട്ട് നേരെ ഇതേശ് നേരെ കിങ്സ്മാനെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കിങ്സ്മാനി വെച്ച പരിപാടി. എന്നിട്ട് ഞാൻ ഫുഡ് കൊണ്ട് നിങ്ങൾ ആരും അകത്ത് കയറാൻ പാടില്ല, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യോജിനെ കാറിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല. നമ്മളെല്ലാരും ഫുഡ് പോയി എടുത്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഇങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന്. പക്ഷേ ആക്ച്വലി എനിക്ക് ആരൊക്കെ വരുമെന്നോ എന്തൊക്കെ വരുമെന്നോ അറിയത്തില്ല. പാറു ബേബി വന്നത് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. ഇതേ ശങ്കനായും വരുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. സെരിനും ജോയിലും വരുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. ജിമ്മി ആയിരുന്നു വിചാരിച്ചായിരുന്നോ? ജിമ്മി രാവിലെ കുക്കർ കൊണ്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവൻ വരുമായിരിക്കും. ജിമ്മിനെ ഞാൻ കുക്കർ മേടിച്ചായിരുന്നു. അയ്യോ അയ്യോ. പിന്നെ ഞാൻ രണ്ടുപേരെ വിളിക്കാൻ വിട്ടുപോയി. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. ബട്ട് അതാണ് ഈ സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടാണ്. ഒന്നാതെ ഞാൻ ഈ പാക്കിങ്ങിന്റെ കാര്യങ്ങളുടെ ഇടയ്ക്കും ലിയേന്റെ കാര്യവും മോളുടെ കാര്യവും ഉറക്കമില്ലാത്ത രാത്രിക്ക് എല്ലാം കൂടെ ആയപ്പോൾ എന്നെ കൂടെ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് എൻ്റെ ആകെ ബർത്ത്ഡേ, ഞാൻ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളല്ല. ആകെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഹിതേഷില്ല. നമ്മൾ 30 ഒരു ഞങ്ങളുടെ സ്ഥലം എടുത്ത് പോയായിരുന്നു, ഇവിടെ കട്ടപ്പാന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ഓർമ്മയായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഇപ്പം 32ാമത്തെ ബർത്ത്ഡേ. മോളോട് സെക്കൻഡ് കൈ തരാമോ? എനിക്ക് മോളെ ഒന്ന് റെക്കോർഡ് ചെയ്ത് തരുമോ? മോളെ റെക്കോർഡ് ചെയ്തോ? ഓക്കേ. ഈ ബെഡെല്ലാം ഒന്ന് ഒതുക്കിയെങ്കിൽ നമുക്ക് കിടക്കായിരുന്നു രാത്രിത്തേക്ക്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. ഓ അവിടെ അയാൾക്കെന്തുവാ? ഒക്കെ വരുവാ പൊന്നിന്, ഒക്കെ വരുവാ. DJ ഇവിടെ കൊണ്ടുപോയി ചാർലിന്റെ മണ്ടൊക്കെ ഇരിക്കുന്നായിരുന്നു. എന്തൊരു സിൻസിയറിറ്റി. ഉറക്കം വന്നിട്ട് പോയി. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ഒന്നും തന്നില്ല എന്ന് വേണ്ട. ശരിക്കും? അല്ല, ചുമ്മാ കള്ളം. വെറും കവർ മാത്രം എടുത്തോണ്ട് വന്നു ഞാൻ. ഇതെങ്ങനെ തുറക്കുന്നത്? സൈഡിൽ നിന്ന് എന്താണ്? എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്? അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. എത്ര? അന്ന് നീ അറിയണ്ട, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കപ്പിളായിട്ട് ഒരു ഫാമിലി ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മേടിച്ചു തരണ്ടേ? എങ്ങനെയുണ്ട്? ജീവിതത്തിൽ ഞാൻ 2 വട്ടം ഇതുവരെ കഴിച്ചിട്ടുള്ളത്. പൈസ ഉണ്ടായിട്ട് നമുക്ക് മേടിച്ച് കുടിക്കാൻ പറ്റത്തില്ല. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. താങ്ക് യു. ഐ ലവ് യു. ഓഹോ, ഐ ലവ് യു ഒക്കെ നാട്ടിൽ കൊണ്ടുള്ളതാ? നാട്ടിലെ കൊണ്ട് എന്തായാലും ഞാൻ അടിക്കും. ഇത് ഞാൻ നമുക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാ ഇത്. കാരണം അങ്ങനെ എല്ലാവർക്കും കുടിച്ചു തീർക്കാനില്ല, അതുകൊണ്ടാണ്. നല്ല അത്യാവശ്യം വിലയുണ്ട്. അന്ന് ഞാൻ പറയത്തില്ല നിന്നോട്. നീ വേണമെങ്കിൽ വ്ളോഗ് കണ്ടിട്ട് നിനക്കറിയാം. ഇത് എപ്പോഴും മേടിച്ചെന്നറിയോ? നമ്മളന്ന് കോസ്കോ പോയില്ലേ, ഞാൻ ചിക്കൻ മേടിക്കാൻ പോയില്ലേ, അപ്പോഴാണ് ഞാൻ കയറ്റിയത് കാറിലേക്ക്. ഇതാണ് ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ട. ഞാൻ ഗിഫ്റ്റ് തന്നില്ല എന്ന് വേണ്ട, എനിക്ക് തന്നത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാ. ആണല്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ. Please do like, share and subscribe. Bye bye.